ഹലോ, വെൽക്കം ടു ബ്ലിസ് ഫാമിലി. കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ, പാൽക്കപ്പ കഴിക്കണമെന്ന്. ഇനി പുറത്ത് പോകുമ്പോൾ പാൽക്കപ്പ വാങ്ങണം, കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് കപ്പ കിട്ടിയത് കേട്ടോ. അപ്പോൾ പാൽക്കപ്പ എന്തിനാ വെറുതെ പുറത്ത് പോയിട്ട് കഴിക്കണം, നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച്. അതിനുവേണ്ടി ഞാൻ കുറച്ച് റെസിപ്പിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ തന്നെ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കപ്പയാണ് കേട്ടോ. അപ്പോൾ കപ്പ ആദ്യം തോലൊക്കെ പോക്കി വൃത്തിയാക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ അത്, കപ്പയുടെ തോലിങ്ങനെ പൊളിക്കുക എന്നുള്ളത്. ഇവിടെ വല്ലപ്പോഴൊക്കെ കപ്പ വാങ്ങലുള്ളൂ കേട്ടോ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിക്കുക, അതുകൊണ്ട് വാങ്ങലില്ല. പിന്നെ മക്കൾക്ക് വലിയ താല്പര്യമില്ല കപ്പേനോട്. ഇനി ഈ പാൽക്കപ്പ ഉണ്ടാക്കിയിട്ട് എങ്ങനെ നോക്കട്ടെ, അവർക്ക് ഇഷ്ടമാവോ ഇല്ല നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ കപ്പയൊക്കെ തോല് പോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകുക. ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കപ്പയൊക്കെ ഇവിടെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കപ്പ എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണല്ലേ, പച്ചയോടെ കഴിക്കുക. പിന്നെ കപ്പയും മീൻകറിയും, പ്രത്യേകിച്ച് മത്തിക്കറീൻ്റെ കൂടെ മത്തി മുളകിട്ടതും കപ്പയും മത്തിയും കൂടെ കൂട്ടി പുഴുക്ക് പോലെ ഉണ്ടാക്കുന്നതും ഒക്കെ നല്ല ടേസ്റ്റാണല്ലേ. കപ്പയും മത്തിയും നല്ല ബാലൻസ്ഡ് ഫുഡാണെന്ന് തന്നെ പറയുന്നത്. എല്ലാ ന്യൂട്രിയൻസും അതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ കപ്പയും ചീരാമുളകിൻ്റെ ചമ്മന്തി, പിന്നെ കപ്പയും ചിക്കനും കപ്പയും ബീഫും കപ്പയും മീൻകറി, ഇങ്ങനെ എല്ലാം ഒന്ന് കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ പാൽക്കപ്പയുടെ കൂടെ എന്താ കഴിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, എന്താണ് പാൽക്കപ്പയുടെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് എന്നുള്ളത് കാണാം. ഇപ്പോൾ പൂച്ച മീൻ മുറിക്കുന്നിടത്ത് ഇരിക്കണ പോലെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ണം തരുമോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കൈ വന്നൊരു കഷ്ണം എടുത്ത് പോയിട്ടോ. അതാരാന്ന് കാണണ്ടേ? ഇതാ. കപ്പ പച്ചയോടെ തിന്നാൻ നല്ല ഇഷ്ടമാണ് ശ്രവ്യമോക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കപ്പയുടെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം തന്നെ ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഇത് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ കപ്പ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒഴിവാക്കി ചെറിയ ഉള്ളി കുറച്ച് ചതച്ചതും ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു കറി കൂടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ കറിക്ക് കുറച്ച് എരിവ് ഉണ്ടാവും. അപ്പോൾ പിന്നെ മക്കൾക്ക് എരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് തേങ്ങാപ്പാൽ. തേങ്ങയുടെ 2ാം പാലാണ് ആദ്യം ഒഴിച്ചിട്ടുള്ളത്. അത് ഒരു മുങ്ങാൻ വിധത്തിൽ ആവശ്യമുള്ളത്ര തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ആക്കുക, എന്നിട്ട് തിളപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിൽ വലിയ കഷ്ണമൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഒന്ന് ഉടച്ച് ഇങ്ങനെ കൊടുത്ത്, പിന്നെ അധികം ടൈറ്റ് ആവാൻ പാടില്ല. ഒന്നൊരു ലൂസ് ആവുന്ന സമയത്ത് നമുക്ക് 1ാം പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് സ്റ്റവ് ഓഫ് ആക്കുക. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ അധികം ടൈറ്റായിട്ട് നിൽക്കാൻ പാടില്ല. നമ്മളെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാണ്ട്. അപ്പോൾ വറവിടാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ കപ്പേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട കറിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് അത് വഴറ്റി കൊടുക്കുക.
അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. അങ്ങനെ പച്ചമുളക് ചേർത്ത് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഈ 4 പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ കുറച്ച് എരിവൊക്കെ കുറച്ച് വേണം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണ് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അങ്ങനെ പൊടികളെല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇനി കുറച്ചുകൂടി ഉപ്പ് കൂടി വേണം, അപ്പോൾ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പം ഞാനിതിലേക്ക് 2-3 കറുവാപ്പട്ടയുടെ ഇല ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിവിടെ ഉണ്ട് ഇതിൻ്റെ മരം. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇലയൊക്കെ എടുത്ത് ഉണക്കി വെച്ച് ഇങ്ങനെ ചിക്കൻ കറിയിലും കടലക്കറിയിലും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ഇതിന്. അവന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. പിന്നെ ഗരം മസാലപ്പൊടി നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. ഞങ്ങൾക്കിവിടെ ചാറ് നല്ലോണം വേണം. എല്ലാവരും കറി കലക്കി കുടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നിനും ആവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചാറൊക്കെ ആക്കി കുറച്ച് ലൂസായിട്ടാണ്, എന്നാലും അത്യാവശ്യം തിക്കുണ്ടാകും. അങ്ങനെയാണ് വെക്കാറ്. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അവസാനം ഞാൻ കുറച്ചുകൂടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ മക്കളെ, നമ്മുടെ കിടുക്കാച്ചി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മക്കളെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. എന്താ പാൽക്കപ്പ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, ആ തിക്നെസ് കണ്ടില്ല, നേരത്തെ ലൂസായി നിന്ന സാധനമായിരുന്നു. പിന്നെ ശ്രിവ്യമോക്ക് കുറച്ച് പുഴുങ്ങിയ കപ്പ വേണമെന്ന് പറഞ്ഞിട്ട് പുഴുങ്ങിയത് കുറച്ച് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ജപ്പാനിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ ഇവിടെ. അതാണ് ചോപ്പ് സ്റ്റിക്കൊക്കെ എടുത്ത് കഴിക്കുന്നത്. ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 സ്റ്റിക്കൊക്കെ എടുത്ത് കൊടുത്ത് അതുപോലെ കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വിളമ്പി കൊടുക്കാം. അപ്പോൾ കഴിക്കുമോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ബാക്കി വിളമ്പാലോ. അപ്പോൾ ആദ്യം കുറച്ച് വിളമ്പി കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയുക എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ കപ്പ കഴിക്കാത്ത ഇവരൊക്കെ കപ്പയൊക്കെ കഴിച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട്
അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. പാൽക്കപ്പ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ട്. ഇനി ഞാൻ കപ്പ കിട്ടിയാൽ ഇങ്ങനെയേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നിങ്ങളും പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞങ്ങളെ വീഡിയോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാതെ ഒന്ന് ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ഞങ്ങളിത് മുഴുവൻ കഴിച്ചു തീർക്കട്ടെ. ഒരു യുദ്ധം ചെയ്യാൻ പോവുകയാണേ. ഞങ്ങളെ വീഡിയോ ഇത്രയും നേരം കണ്ടുവരുന്നതിന് താങ്ക് യു.